ഇന്ന് നമുക്ക് അരി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൈദ ഒട്ടും തന്നെ യൂസ് ചെയ്യാതെ അരിയുടെ ദോശ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് അരി കുതിർത്ത് വെക്കണം. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസും ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ അരി നന്നായിട്ട് കഴുകിയെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇത് ഞാനിവിടെ അടച്ച് വെക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ ഉള്ളിയാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ വരെ ഇഞ്ചി അരിഞ്ഞത്, അല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ട് വഴറ്റാം. ഉള്ളി ഇപ്പോൾ ഇവിടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു മിനിറ്റ് വരെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനാണ്. ഏകദേശം 250 ഗ്രാമോളം ചിക്കൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചിക്കൻ മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. ഞാനിവിടെ 3-4 ടേബിൾ സ്പൂൺ വരെ മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. നമ്മുടെ അരി കുതിർത്ത് വെച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുക്കാം. ഞാനിത് കുതിർത്താൻ വെച്ച വെള്ളം കളഞ്ഞിട്ടുണ്ട്. ഇനി അരിയിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അരക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. ഒട്ടും തരിയൊന്നും ഉണ്ടാവാതെ നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ ഈ അരിയുടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് മിക്സിയിലേക്ക് അല്പം വെള്ളമൊഴിച്ച് അതും കൂടി ഈ അരിയിലേക്ക് ഒഴിക്കാം. ഈ അരി നന്നായിട്ട് നേർത്തിട്ടായിരിക്കണം ഉണ്ടാവേണ്ടത്. ഒട്ടും കട്ടിയുണ്ടാവാൻ പാടില്ല. നല്ല വെള്ളം പോലെ ഉണ്ടാവണം. എന്നാലേ നമുക്ക് നല്ല നേരിയ ദോശ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവിയുടെ പകുതിയോളം മാവ് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. മാവിൻ്റെ അളവ് കൂടിയാൽ ദോശയുടെ കട്ടി കൂടിപ്പോവും. ഇതൊഴിച്ച ഉടനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് വളരെ നേരിയ ദോശ ഉണ്ടാക്കിയെടുക്കാം. ഈ ദോശ വളരെ പെട്ടെന്ന് വെന്തോളും. വളരെ നേരിയതായതുകൊണ്ട് തന്നെ 1 മിനിറ്റൊക്കെ മാത്രമേ ആവശ്യമുള്ളൂ ഇത് വേവാൻ വേണ്ടി. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ദോശ ഉണ്ടാക്കുമ്പോൾ. അല്ലാതെ തന്നെ ഇത് പെട്ടെന്ന് ഇളകി കിട്ടും. ഈ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇതുപോലെ രണ്ടാമത്തെ ദോശയും ഒഴിച്ചെടുക്കാം. ഈ രണ്ടാമത്തെ ദോശ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കിയ ദോശ റോൾ ചെയ്തെടുക്കാം. ചൂടോടുകൂടി തന്നെ റോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളം മസാല ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചിക്കൻ മസാല. അതിനുശേഷം ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഈ ദോശയുടെ ഒരറ്റത്തായിട്ട് വേണം മസാല വെക്കാൻ. എന്നിട്ട് ആ അറ്റം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി 2 സൈഡിൽ നിന്നും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം.
ഇത് ഒട്ടിക്കാൻ വേണ്ടി വെള്ളവും മൈദയുടെ പേസ്റ്റോ ഒന്നും ആവശ്യമില്ല. ഇത് ചൂടോട് കൂടിയിട്ടുള്ള ദോശ ആയതുകൊണ്ട് ഇത് തന്നെ നന്നായിട്ട് ഒട്ടി നിന്നോളും. ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ ദോശയും ചുട്ട് കഴിഞ്ഞതിന് ശേഷം റോൾ ഉണ്ടാക്കിയെടുക്കാം. അതാകുമ്പോൾ ഒട്ടി നിൽക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ മൈദയുടെ പേസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇതായിരിക്കും ഒന്നുകൂടി എളുപ്പം. ദോശ ഉണ്ടാക്കി തീരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ റോളും ഉണ്ടാക്കി തീരും. രണ്ടാമത്തെ ദോശയും നമുക്ക് അടുപ്പത്തു നിന്ന് എടുക്കാം. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ മൈദയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ചിക്കൻ റോളിനേക്കാളും എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് പരത്തേണ്ടിയോ കുഴക്കേണ്ടിയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ദോശ ഉണ്ടാക്കി ദോശ വേവുന്ന സമയം കൊണ്ട് തന്നെ റോൾ ചെയ്തെടുക്കാം. പെട്ടെന്ന് ജോലി തീരും. മാത്രമല്ല നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാനും പറ്റും. നമ്മൾ മൈദയും ബ്രെഡും ഒക്കെ വെച്ചുണ്ടാക്കുന്ന റോളിനേക്കാളും വളരെ ടേസ്റ്റിയാണ് ഈ റോള്. മുഴുവൻ റോളും ഞാൻ ഇതുപോലെ ഇവിടെ ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന മസാല ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒരാഴ്ച വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിലാണെങ്കിൽ കൂടുതൽ നാൾ വെക്കാൻ കഴിയും. ഞാനിവിടെ ഒരു എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക. ഞാനിപ്പോൾ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക. ഞാനിവിടെ അല്പം ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റോൾ ഓരോന്നും ഈ മുട്ടയുടെ വെള്ളയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. മുട്ടയുടെ മഞ്ഞയും കൂടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. മഞ്ഞയും വെള്ളയും ഒന്നിച്ച് ബീറ്റ് ചെയ്തിട്ടും ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓരോ റോളും ഇതുപോലെ മുട്ടയുടെ വെള്ളയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ റൊട്ടിപ്പൊടി നന്നായിട്ട് മുക്കിയെടുക്കണം. മുഴുവൻ റോളും ഞാനിവിടെ മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പൊടിയിലും മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ റോൾ ഇതിലേക്കിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇടയ്ക്കിടെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഇതുപോലെ ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ വിരിച്ച് പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ചിക്കൻ റോളും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ റോൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരി ഉപയോഗിച്ചുണ്ടാക്കുന്ന ചിക്കൻ റോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണിത്. മൈദയും ബ്രെഡും ഒക്കെ വെച്ചുണ്ടാക്കുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം. താങ്ക്